ഹേ എവരിവൺ വൈബ്രറ്റിൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹോണ്ടയുടെ CBR 250 അതുപോലെ CBR 150 ഒരുപാട് ഫാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽസാണ് ഈ രണ്ട് മോഡൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മോഡലിനൊക്കെ ശേഷം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ ഒക്കെ ജസ്റ്റ് ഒരു ബിഗ് ബ്രദർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മോഡലാണ് CBR 650R. സോ നമ്മുടെ ഇന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ഹോണ്ട ബിഗ് വിങ് ഷോറൂമിലാണ് നമ്മുടെ ഏറ്റവും പുതിയ CBR 650Rൻ്റെ ഒരു വാക്ക് അറൗണ്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ CBR 650R എന്ന് പറഞ്ഞ മോഡൽ. നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ലുക്സിൽ നമുക്ക് മാറ്റം വന്നിട്ടുള്ള ഒരു മോഡലാണ്. അതായത് കഴിഞ്ഞ മോഡലിനകത്തും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഡിസൈനിൽ നല്ല രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഒരു ഷാർപ്പ് ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫയർ ബ്ലേഡ് ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഫയർ ബ്ലേഡ് ലുക്കിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്മെറ്റിക്കായിട്ട് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ വരെ അതുവരെ നല്ല നീറ്റായിട്ടാണ് അവർ പാക്ക് ചെയ്ത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു വണ്ടിയുടെ ചെറിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇൻട്രോയിൽ പറഞ്ഞ മാതിരി. സോ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഡിസൈനിൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഷോർപ്പായിട്ട് ഡിസൈനാണ് വന്നിട്ടുള്ളത്. LED ഹെഡ് ലാമ്പ്സിനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഡ്യുവൽ ഡിസ്ക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിസിൻ്റെ കാലിപ്പറാണ്, റേഡിയൽ കാലിപ്പേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നമുക്ക് 120/70 ആണ് നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ സൈസും നമുക്ക് വന്നിട്ടുള്ളത്. ഡൺലപ്പിൻ്റെ ടയേഴ്സാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. സോ ഡൺലപ്പിൻ്റെ ടയേഴ്സ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. ഡൺലപ്പ് ടയേഴ്സ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. ഞാൻ എൻ്റെ ഒരു ഡൊമിനാറിലൊക്കെ ഞാൻ ഈ ഒരു ഡൺലപ്പിൻ്റെ ടയേഴ്സായിരുന്നു ഞാൻ യൂസ് ചെയ്യേണ്ടായിരുന്നു. സോ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ടയർ ബിറ്റ് എക്സ്പെൻസീവ് ആണ്. ബട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഗുഡ് എന്ന് പറയാം. കാരണം അത്രയും ഒരു എക്സലൻറ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു ടയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ആ ഒരു 650cc എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഇൻലൈൻ 4 650cc എഞ്ചിനാണ് വന്നിട്ടുള്ളത്. വിച്ച് കണ്ടെയ്ൻസ് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ CBR 650Rൻ്റെ അതായത് കഴിഞ്ഞ മോഡൽ CBR 650Rൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നമുക്ക് റിയർ ഭാഗം വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 180 സെക്ഷൻ ടയറാണ് നമുക്ക് റിയറിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സൈസുള്ള ടയർ തന്നെയാണ് 180 സെക്ഷൻ എന്ന് പറയുന്നത്. 180/55 ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നിസിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സും ഡിസ്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അണ്ടർ ബെല്ലി എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് നമുക്ക് ടെയിലിന് സെക്ഷൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആബ്സല്യൂട്ട്ലി ബാക്കിലത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ മോഡലുണ്ടാകുന്ന CBRൻ്റെ ടെയിലിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലിക്കായിട്ട് അതിൻ്റെ ടെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിയിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടെയിലിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സീറ്റ് എനിക്ക് മാറ്റം എന്ന് പറയാൻ നമ്മുടെ പഴയ CBRനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം സീറ്റിനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ രീതിയിലായിരിക്കും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരാം. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റും ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു റിഫ്ലക്ടർ പോർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയിൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വിംഗ് ആമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടി നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 6 സ്പീഡ് ഗിയറിൻ്റെ ഒരു ഗിയർ ഇരിക്കുന്ന രീതിയിൽ മാറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോർട്ടി ടൈപ്പായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 6 സ്പീഡ് ഗിയറിൽ നമുക്ക് വേണമെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ആക്സസറി ആയിട്ട് ഹീറ്റഡ് ഗ്രിപ്സും കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രണ്ട് ഷോയുടെ സസ്പെൻഷൻ വന്ന പോലെ ബാക്കിൽ സസ്പെൻഷൻ നമ്മുടെ ഷോയുടെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് അത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് ബാക്കിലും വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ 650cc ഒരു മാസീവ് എഞ്ചിൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഡിസ്പ്ലേസ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ക്യൂബിക് കപ്പാസിറ്റി നമ്മൾ 649cc ആണ്. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഒരു 650cc എന്ന് പറയാം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 93 bhp ആണ് ഈ വണ്ടിയുടെ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 63 Nm ടോർക്കാണ് ഈ ഒരു വണ്ടിയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇഫ് സമൺ ബൈസ് ദിസ് ബൈക്ക് ഞാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ഇറ്റ് ട്യൂൺഡ്. കാരണം വെച്ചാൽ മോർ പവർ മോർ ഫൺ എന്നാണ്. സോ ദാറ്റ്സ് വൈ ഐ ടോൾഡ്. സോ ഇതൊക്കെയാണ് ഈ എഞ്ചിൻ്റെ ഭാഗത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക്
ഡ്യുവൽ ഡിസ്ക് ബ്രേക്സാണ് വന്നിട്ടുള്ളത്. അത് നല്ല അത്യാവശ്യം വലിയ സൈസിലുള്ള ഡ്യുവൽ ഡിസ്ക് ബ്രേക്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഡെലിവറി പോലെ വണ്ടിയാണ്. തൃശ്ശൂരത്തെ 2ാമത്തെ വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എനിവേ ഈ വണ്ടി എടുക്കുന്ന ഓണറിന് എൻ്റെ എല്ലാവിധ കൺഗ്രാജുലേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് വന്നിട്ടുള്ളത് നോർമൽ ടൈപ്പ് ക്ലച്ച് തന്നെയാണ്. അതായത് നമുക്ക് സ്ലിപ്പർ ക്ലച്ചൊക്കെ ഉള്ള ഇത് തന്നെയാണ്, പക്ഷേ അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല. പക്ഷേ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെയാണ് അതിൻ്റെ റിസർവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ മേജറായിട്ട് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. നോർമലി പണ്ടൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആയിരുന്നു വരുന്നുണ്ട്. സോ ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് ഒരു TFT ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അതായത് ഒരു കളർഫുൾ TFT ഡിസ്പ്ലേ ആണ് വിച്ച് കണ്ടെയ്ൻസ് ട്രാക്ഷൻ കൺട്രോൾ ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വണ്ടീനെ കുറച്ച് ഒട്ടുമിക്ക ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ ഒരുപാട് വേറെ കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റർ കൺസോളിൽ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വണ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു TFT വന്നപ്പോൾ നമുക്ക് ഈ യൂസേഴ്സിനെ കുറച്ചും കൂടി ഒരു എളുപ്പമായി തുടങ്ങി കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്കറിയാം ഈ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഫീൽ ആയിരുന്നത് നമുക്ക് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള TFT ഡിസ്പ്ലേ തന്നെയാണ്. സോ അതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് കേസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഫോൺ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടോഗിൾ ബട്ടൺ വന്നിട്ടുണ്ട്. അതായത് ഒരു മൾട്ടി ഫങ്ഷണൽ ടോഗിൾ ബട്ടണാണ് വന്നിട്ടുള്ളത്. അത് നമുക്കിങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. അതും അതിൻ്റേതായ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ, ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. അമർത്തിയ ബാസ്, ഹൈ ബീം, ലോ ബീം, അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ കീൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എക്സോസിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് നീറ്റ്നെസ് കണ്ടോ. ഇത് മറ്റേ ടൈറ്റാനിയം കളറ് കൂടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ആ ഒരു റെയിൻബോ എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു രസമാവും കാണാൻ. പിന്നെ ഇതാണ് ഇതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് മാക്സി റേഡിയേറ്ററാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിനാണ്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലിവേഴ്സ് വരുന്നത് നമുക്കൊരു 6 സ്പീഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സ് കേട്ടോ. അതായത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ലിവർ വന്നിട്ടുള്ളത്. ബാക്ക് ബ്രേക്ക് ലിവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് നല്ല രസമായിട്ടുണ്ട്. കാരണം അതിനകത്ത് ഈ ഒരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി നല്ല രസമുണ്ട്. പിന്നെ കൂളൻ്റ് ടാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എനിക്ക് ഇതിൻ്റെ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ അതുപോലെ തന്നെ എക്സോസ് മോട്ടറൊന്ന് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ക്ലോസ്ഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വണ്ടി സ്റ്റാർട്ടാക്കിയാൽ ശരിയാവില്ല. പിന്നെ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഡേ എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്തൊക്കെ ഉണ്ട്. സോ വണ്ടി പിന്നെ ഡെലിവറി പോയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഇറക്കാനുള്ളൊരു സെറ്റപ്പും ഇല്ല. പിന്നെ എനിക്ക് വർക്കുള്ള കാരണം വർക്കിനിടയിൽ വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സൺഡേസ് ആണ് വീഡിയോ എടുക്കുന്നത്. സൺഡേസ് ഇങ്ങനെ ഷോറൂം ഓപ്പണായി കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയണം. സോ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ആയപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ ദിസ് വൈപ്പക്കിൽ ചാനൽ.